രണ്ട് ടീമുകൾ നെറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന മാതിരിയാണ് ഇന്ന് പോർച്ചുഗലും സ്പെയിനും കളിച്ചത്. ആർക്കും ഗോളടിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് കൊടുക്കുക എന്നല്ലാണ്ട് സ്പെയിനാണെങ്കിൽ ഇഷ്ടം പോലെ ചാൻസ് കിട്ടി, പോർച്ചുഗലും ചാൻസ് കിട്ടി. ആർക്കും അടിക്കണ്ട. ഒരു ക്രോസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റിലൊന്നും ആരുമില്ല. ഫോർവേഡ് ഇല്ല, നമ്പർ 9 ഇല്ല, നമ്പർ 8 ഇല്ല, നമ്പർ 10 ഇല്ല. ഇങ്ങേ സൈഡിൽ പോർച്ചുഗലൊക്കെ ആണെങ്കിൽ റൊണാൾഡോ ഇല്ല, ആരുമില്ല. ഒരുമാതിരി കളി, ചാത്ത കളി. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മോശപ്പെട്ട കളിയായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത്. വളരെ ബോറിംഗ് ആയിട്ടുള്ള മാച്ച് ആയിരുന്നു. ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെയാണ് രണ്ട് ടീമും കളിച്ചത്. എന്നാൽ പോർച്ചുഗലിന്റെ കോച്ചാണെങ്കിൽ ഒരു ധൈര്യം ഇല്ലാത്തൊരു കോച്ചാണ്. റൊണാൾഡോനെ കയറ്റിയില്ല, പകരം വേറെ എത്രയോ നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ആ റഫേൽ ലയാവ് ഇറങ്ങിയപ്പോൾ മാത്രമാണ് അറ്റാക്ക് ഒന്ന് ബെറ്റർ ആയത്. ക്രോസ് ചെയ്യുമ്പോൾ അവിടെ റൊണാൾഡോയും ഇല്ല, പിന്നെ കൊടുക്കുന്ന ബോളിന് റൊണാൾഡോക്ക് എത്തിപ്പെടാനും പറ്റുന്നില്ല. റൊണാൾഡോ അങ്ങനെ അവിടെ ശവമായിട്ടിരിക്കുകയാണ്, ഒരു കാര്യമില്ല. ആ റൊണാൾഡോ കാരണം ഒരുപാട് ചാൻസുകൾ പോയി. അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് നോക്കൌട്ട് റൗണ്ട് ആണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റൊണാൾഡോനെ കയറ്റിയിട്ട് വേറെ ഫോർവേഡുകളെ അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് ഓടുന്ന പ്ലേയേഴ്സിനൊക്കെ ഇറക്കുന്ന വിചാരിച്ചത്. അവിടെ സ്ഥാനം വിട്ടിഞ്ഞ് പിന്നെയും കയറി ആസ് യൂഷ്വൽ. കാരണം ബെർണാഡോ സിൽവനെ ഇറക്കി, അല്ലാണ്ട് വേറൊരു കാര്യം ഉണ്ടായില്ല. ഒരു കാര്യമില്ല, ഒരുമാതിരി ഈ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാറുമായിട്ട് കളി. ഇങ്ങനെ ഒരു കോച്ചും ഇങ്ങനെ ഒരു ടീമും, എന്തോരം വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉള്ള ടീമാണ് പോർച്ചുഗൽ. എന്നിട്ടാണ് ഇമാതിരി കളി കളിക്കുന്നത്. ബാക്കി എല്ലാരും കയറ്റിയാ റൊണാൾഡോനൊന്ന് കയറ്റിക്കൂടെ? ഇതൊരു നോക്കൌട്ട് റൗണ്ട് അല്ലേ? ഈ ഫാൻസിനൊക്കെ ഇങ്ങനെ പേടിക്കണം, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും തോറ്റു. ആ ചാൻസും കൊളന്തും ഉണ്ട്. ഇനിയിപ്പോ ഫ്രാൻസോ അർജന്റീനയോ സ്പെയിനോ നോക്കിയാൽ മതി. ഇംഗ്ലണ്ട് അറിയില്ല, എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും കുറെ ഉറക്കം വെച്ചത് കാര്യം ഉണ്ടായില്ല. നല്ല കളിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ബൈ.